പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫൈവ് സ്റ്റോൺസിന്റെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം നൽകിയതായ ഈ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതവും പുതിയ ചിന്തയുമായി നമുക്ക് ഈ ദിവസം, ഈ ആഴ്ച നമുക്ക് ആരംഭിക്കാം. കർത്താവിന്റെ ദാസന്മാരെ ദൈവം ശക്തമായി ഈ ചിന്തകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഇന്ന് പ്രഭാതത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി ഒന്ന് രണ്ട് ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനായി ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാരംഭമായി എൻ്റെ മകൾ ജെനിഫർ പ്രാരംഭമായി പാടുന്നു. കുരുകിൽ തനിയൊരു വീടും നീവൽ പക്ഷിതൻ കുഞ്ഞിടു കൂടും. കുരുകിൽ തനിയൊരു വീടും നീവൽ പക്ഷിതൻ കുഞ്ഞിടു കൂടും. വേദനയൊരു തീരുവാൻ പരവിരുതേകിയ
കുരുകിൽ തനിക്കൊരു വീടും മീനൽ പക്ഷിതൻ കുഞ്ഞിരു കൂടും മെനഞ്ഞൊരുക്കിയിടുവാൻ കരവിരുതേകിയ ദൈവമേ നീ എൻ ദൈവം. മെനഞ്ഞൊരുക്കിയിടുവാൻ കരവിരുതേകിയ ദൈവമേ നീ എൻ ദൈവം. സംഗീതക്കാരൻ പറയുന്നു, ദൈവമേ നീ എന്റെ ദൈവം, ഞാൻ എല്ലാ കാലത്തും നിന്നെ വിളിച്ചപേക്ഷിക്കും, ദിനവും ഞാൻ നിന്നെ വാഴ്ത്തും, ഉദയത്തിലും അസ്തമയത്തിലും ഉണർവോടെ ഞാൻ നിന്നെ സ്തുതിക്കും. ഈ ഗാനം നമുക്ക് ശ്രമിക്കാം.
പ്രൈസ് ദി ലോർഡ്. ദൈവനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഈ 5 സ്റ്റോണിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയതായ ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചിന്ത നമ്മുടെ ചിന്താവിഷയമായിരുന്നു. എന്നാൽ തുടർന്നും ദൈവത്തിൻ്റെ ദാസന്മാർ മറ്റനുഗ്രഹീതമായ ഒരു ചിന്ത ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് ചിന്തയ്ക്കായി നമ്മുടെ മുൻപാകെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പ്രഭാതത്തിൽ പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ജോർജ് പാസ്റ്റർ കുടുംബം, എൻ്റെ സുഹൃത്തായിരിക്കുന്ന പ്രിയ സന്തോഷ് പാസ്റ്റർ കുടുംബം, ഇവരെല്ലാവരും വളരെ തിരക്കോടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ അഡ്മിൻസായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. അവർ കൊടുത്തിരിക്കുന്ന ദർശനത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല വളരെ ഫ്രൂട്ട്ഫുള്ളായി ഫലപ്രദമായി ഈ ദിവസങ്ങളിലായി ചെയ്തെടുക്കുവാൻ ദൈവം കർത്താവിൻ്റെ ദാസന്മാരെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിലും ഈ അനുഗ്രഹീതമായ ചിന്തയുമായി നമുക്ക് അല്പസമയം കർത്താവിൻ്റെ പാദാന്തിക നമുക്ക് കടന്നു വരാം. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുകയും ഈ ചിന്തയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വേദഭാഗം ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 19-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 19 ഞാൻ ഒന്ന് വായിക്കുന്നു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യദേശത്തും ഉള്ളവരോട് പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തെങ്കിൽ തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തനം ചെയ്യണം എന്ന് പ്രസംഗിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, പാട്ടുകൾ പാടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളത്തോട് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെല്ലാം കർത്താവിൽ ഏകാഗ്രമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് പകൽക്കാലം വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കണമേ. സ്വർഗീയ ശബ്ദം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കർണപടങ്ങളിൽ മുഴങ്ങി കേൾക്കുമാറാകട്ടെ. പ്രാർത്ഥനയോട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. ഞാൻ ചില നാളുകൾക്ക് മുൻപ് എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പിതാവ് ആഫ്രിക്കയിൽ മിഷണറി ആയിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ മിഷണറി ആയിരുന്നതായ ഈ കുടുംബത്തിൻ്റെ ചില അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പലതവണ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതായ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്, അവർ ആഫ്രിക്കയിൽ ചെന്ന് അവരുടെ ശുശ്രൂഷ ആരംഭിച്ച് വളരെ നാളുകൾ ഒരു വ്യക്തിയെ പോലും കാണുവാൻ സാധിക്കാതെ, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ അവർ ഏകാന്തരായി തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നതായ ആഫ്രിക്കക്കാരനായ ഒരു വ്യക്തിയെ അവർ പരിചയപ്പെടുകയും അദ്ദേഹത്തോട് സൗഹൃദം പുലർത്തുകയും ചെയ്തു. അതിനുശേഷം അവരൊരു മനോഹരമായ ഒരു വേദപുസ്തകം, അവരുടെ ഭാഷയിൽ എഴുതപ്പെട്ടതായ ഒരു വേദപുസ്തകത്തിൻ്റെ പ്രതി ഈ ആഫ്രിക്കക്കാരനായ വ്യക്തിക്ക് കൈമാറുകയും ചെയ്തു. അവർക്ക് അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റായിട്ട് അവരത് സമ്മാനിച്ചു. അതിനുശേഷം പിന്നീട് ചില നാളുകൾക്ക് ശേഷമാണ്, ചില മാസങ്ങൾക്ക് ശേഷമാണ് ഈ വ്യക്തിയെ പിന്നീട് അവർക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിവരങ്ങളൊക്കെ തിരക്കി കണ്ടുപിടിക്കുവാനായി അവിടെ ചെന്ന് ചില മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണുവാനായിട്ടുള്ള സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് കാണുവാനുള്ളൊരു സാഹചര്യം ഈ മിഷണറി കുടുംബത്തിന് ഉണ്ടാകുവാനിടയായി.
അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ മിഷണറി ചോദിച്ചു, സഹോദര, ഞാൻ താങ്കൾക്ക് സമ്മാനിച്ചതായ വേദപുസ്തകം താങ്കൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്, അത് വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ അത് എടുത്തുകൊണ്ട് വന്നു. ഈ വേദപുസ്തകം കണ്ടപ്പോൾ തന്നെ ഈ മിഷണറിക്ക് വളരെ അത്ഭുത പരതന്ത്രനായി തീർന്നു. കാരണം അത് വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, അതിൻ്റെ പേജുകളൊക്കെ അതിൻ്റെ സ്വസ്ഥാനത്തു നിന്ന് കീറിയിരിക്കുന്നു. പല പേജുകളും അതിൽ നിന്ന് മിസ്സിംഗ് ആണ്, നഷ്ടപ്പെട്ടിരിക്കുന്നു. വളരെ ചുരുക്കം പേജുകൾ മാത്രമേ അതിൽ നിലനിൽക്കുന്നുള്ളൂ. ധാരാളം പേജുകൾ അതിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നതായി കണ്ട് ഈ മിഷണറിക്ക് വല്ലാത്ത ദുഃഖവും നിരാശയും ഈ വ്യക്തിയെക്കുറിച്ച് ഉണ്ടാകുവാനിടയായി തീർന്നു. വളരെ നിരാശയോടെ ഈ മിഷണറി ഈ ആഫ്രിക്കൻ ഉണ്ടായിരുന്ന ഈ വ്യക്തിയോട് ചോദിച്ചു, ഞാൻ മനോഹരമായ ഒരു വേദപുസ്തകമാണല്ലോ അങ്ങേക്ക് സമ്മാനിച്ചത്, എന്താണ് ഈ വേദപുസ്തകത്തിന് പറ്റിയത്? ഇതിലെ പ്രതികളൊന്നും കാണുന്നില്ലല്ലോ, പേജസ് പലതും കാണാനില്ലല്ലോ, ഇത് മുഴുവൻ കീറിയിരിക്കുന്നല്ലോ, ഇത് പഴകിയതായിരിക്കുന്നല്ലോ എന്നെല്ലാം ഇദ്ദേഹം ചോദിക്കുവാനിടയെ തുടങ്ങി. അപ്പോൾ ആഫ്രിക്കക്കാരനായ വ്യക്തി പറഞ്ഞത്, നിങ്ങൾ എനിക്ക് നൽകിയതായ സമ്മാനങ്ങളിൽ, എനിക്ക് ലഭിച്ചിട്ടുള്ള സമ്മാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമ്മാനമാണ് നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഈ വേദപുസ്തകം. അത് വളരെ അത്ഭുതമായിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇതിൻ്റെ ചില പേജുകൾ കീറി എൻ്റെ പിതാവിന് ഞാൻ കൊടുത്തു. അതാണ് ഈ ഭാഗത്തില്ലാതിരിക്കുന്നത്. മറ്റു ചില ഭാഗങ്ങൾ കീറി ഞാൻ എൻ്റെ മാതാവിന് കൊടുത്തു. അതാണ് ഈ ഭാഗത്ത് ഇവിടെ ഇല്ലാതിരിക്കുന്നത്. അവിടെ ചില ഭാഗങ്ങൾ ഞാൻ കീറി എൻ്റെ സഹോദരൻ വേറെ താമസിക്കുന്നുണ്ട്, ഞാൻ അവിടെ കൊടുത്തു. അതുമാത്രമല്ല, എൻ്റെ വില്ലേജിലുള്ള എല്ലാവർക്കും ഞാനിത് പകുത്ത് അതിൻ്റെ പേജുകൾ കീറി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ മിഷണറിക്ക് വളരെ ലജ്ജ തോന്നുവാനിടയായിത്തീർന്നു. അദ്ദേഹം മനസ്സിലായി, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും നമുക്കുള്ളിൽ പിടിച്ചു വെക്കുവാനായിട്ടുള്ളതല്ല, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളതായ വലിയൊരു ചിത്രവും വലിയുള്ളതായ ചിന്ത ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരിക്കലും ഒരിടത്ത് നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് ആ ആഫ്രിക്കയിലുള്ളതായ ആ വിശ്വാസിയുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുവാനിടയായി തീർന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കുവാനൊന്നും അറിയത്തില്ലായിരുന്നു, സാക്ഷി പറയാനൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അദ്ദേഹം വായിച്ചപ്പോൾ അതിനൊരു ജീവനുണ്ടെന്നും അതിനൊരു ചൈതന്യമുണ്ടെന്നും അത് ശക്തിയേറിയതാണെന്നും മനസ്സിലാക്കുവാനും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇടയായതോടെ ഇത് ഈ സന്തോഷവും ഈ ശക്തിയും ഈ ഊർജവും ആർജവും ഒക്കെ എനിക്കുള്ള എല്ലാവർക്കും കൊടുക്കണമെന്ന് മനസ്സിലാക്കിയതോടെ അത് തൻ്റെ പിതാവിന് കീറിക്കൊടുത്തു, തൻ്റെ മാതാവിന് കൊടുത്തു, തൻ്റെ സഹോദരന്മാർക്ക് കൊടുത്തു. ആ വില്ലേജിലുള്ള സകല വ്യക്തികൾക്കും വേദപുസ്തകത്തിൻ്റെ താളുകൾ ലഭിക്കുവാനും അവരെല്ലാം അനുഗ്രഹീതരായി തീരുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നാം നിർബന്ധിതരായി തീരുന്നതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളും ഇന്നും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നത്, പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, അയച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇത് നമുക്ക് ചുറ്റുപാടുമുള്ളവർക്ക്, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു വലിയ ശക്തി ദൈവവചനത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ളതായ നമ്മുടെ വിശ്വാസത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവവചനം പങ്കുവയ്ക്കുവാനുള്ളതായ ഒരു വലിയ സ്വർഗീയ വിളി അതിനകത്തുണ്ട്. ഇവിടെ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുകയാണ്. നാം കർത്താവിൽ നിന്ന് പ്രാപിച്ചതായ വിശ്വാസം, നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ ദൈവശക്തി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ളതായ ഒരു വലിയ സ്വാധീന ശക്തി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം അപ്പോൾ ദൈവജനം എന്ന നിലയിൽ, ദൈവമക്കൾ എന്ന നിലയിൽ, ദൈവദാസന്മാർ എന്ന നിലയിൽ പ്രൈസ് ദി ലോർഡ് ഞാനും നിങ്ങളും ഈ വിളി തിരിച്ചറിയേണ്ടതും അത് ഏറ്റെടുക്കേണ്ടതും മറ്റുള്ളവർക്ക് ഇത് പകരുവാനുള്ളതായ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച്
ശൗൽ എന്നത് പിന്നീട് പൗലോസായി തീർന്നതായ ശൗൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായി ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചും. അപ്പോൾ ഇവിടെ വെച്ചാണ് ദൈവവചനം, ദൈവീക ദർശനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ളതായ ഒരു നിയോഗം പൗലോസ് അപ്പോസ്തലന്, ഈ ശൗലിന് ഉണ്ടാകുന്നത്. അവനത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൽ പൗലോസ് താൻ മരിക്കുന്ന അവസാന ശ്വാസം വലിക്കുന്നത് വരെ പരിക്ഷീണിതനായി തീർന്നില്ല. ഒട്ടനവിധമാകുന്ന പ്രതികൂലങ്ങൾ അവനുണ്ടായി, ഒട്ടനവിധമാകുന്നതായ വെല്ലുവിളികൾ അവൻ്റെ ജീവിതത്തിലുണ്ടായി. രോഗത്തിൻ്റെ അവസ്ഥകൾ വന്നു, അവൻ്റെ പ്രാണൻ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വന്നു. എന്നാൽ അവിടെയൊന്നും തളരാതെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുവാൻ, ദൈവീക ദർശനം ഏറ്റെടുക്കുവാൻ അവന് ലഭിച്ച നിയോഗത്തെ മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് അവസാന ശ്വാസം വരെയും താൻ പരിക്ഷീണിതനായി തീരാതെ ഇതിനെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പൗലോസ് അപ്പോസ്തലന് ഇടയായി തീർന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസിന്റെ ദർശനം, ദൈവത്തിന് സ്തോത്രം, നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 26-ാം അധ്യായത്തിൽ താൻ ഇവിടെ എല്ലാം, സ്തോത്രം, തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ച് താൻ സവിസ്തരം പറയുന്നത് നമുക്ക് കാണുവാനും കേൾക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആ ദർശനത്തിൽ ഊറ്റം കൊണ്ടവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഒരു ശക്തിക്കും ഒന്നിനും താൻ ലഭിച്ചതായ ദർശനത്തിൽ നിന്ന് പൗലോസിനെ പിന്തിരിപ്പിക്കുവാനായിട്ട് സാധ്യമേ ആയില്ല എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവ സ്തോത്രം. അപ്പോൾ ഈ പല ഭാഗത്തും പൗലോസിന്റെ ദർശനത്തെ കുറിച്ച് പറയുകയാണ്. ഇവിടെ 26-ാം അധ്യായത്തിൽ റോമാ ഗവർണറായിരിക്കുന്ന ഫെസ്തോസ്, അദ്ദേഹം പൗലോസ് അപ്പോസ്തലനെ വിസ്തരിക്കേണ്ടതിനായി അഗ്രിപ്പ രാജാവിന്റെ മുൻപാകെ നിർത്തുകയാണ്. അപ്പോൾ താൻ അവരുടെ മുൻപിൽ വെച്ച് തന്നെ, അഗ്രിപ്പ രാജാവിന്റെ മുൻപിലും ദമസ്കോസിന്റെ ഈ ഗവർണറായിരുന്ന ഫെസ്തോസിന്റെ മുൻപിൽ വെച്ച് തനിക്ക് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചുണ്ടായ ദർശനത്തെ വീണ്ടും അവൻ ആവർത്തിച്ച് പറയുന്നതാണ് 26-ാം അധ്യായത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. താൻ പറയുന്നുണ്ട്, ഞാൻ അധികാരപത്രവുമായി ഞാൻ ദമസ്കോസിൽ പോയി അവിടെയുള്ളതായ ക്രിസ്തു വിശ്വാസികളെ വലിച്ചും ഇഴച്ചും പീഡിപ്പിച്ചും കൊല്ലണമെങ്കിൽ കൊന്നും യെരൂശലേമിലേക്ക് മടങ്ങുവാനുള്ളതായ ഒരു തയ്യാറെടുപ്പിലായിരുന്നു എന്ന് താൻ പറഞ്ഞു. അപ്പോൾ ആ യാത്രാമധ്യേ ആയിരുന്നപ്പോഴാണ് നട്ടുച്ച നേരത്ത് സൂര്യന്റെ ശോഭയെ വെല്ലുന്ന മറ്റൊരു വെളിച്ചം തനിക്ക് ചുറ്റുമൊന്ന് മിന്നി. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ശബ്ദം താൻ അതിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ നിമിഷം മുതൽ, ആ ശബ്ദം കേട്ട് താനത് സംസാരിച്ച് മറുപടി കൊടുത്തതായ സമയം മുതൽ അവിശ്വാസിയായിരുന്ന ശൗൽ ഒരു വിശ്വാസത്തിന് ഉടമയായി തീരുവാനിടയായി തീർന്നു. മറ്റൊരു പ്രമാണത്തിന് കീഴിലായിരുന്ന പൗലോസ്, ശൗൽ, ഇവിടെ പുതിയൊരു പ്രമാണത്തിന്റെ കീഴിൽ, ഒരു പുതിയ മാനേജ്മെന്റിന്റെ കീഴിലേക്ക് താൻ വരികയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അന്നു മുതൽ താൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ പാദങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് താൻ ഒരു ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുന്നത് നമുക്ക് എത്രയോ ആവേശം ജ്വലിപ്പിക്കുന്നതായ സംഗതിയാണെന്ന് വേദപുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. ജീവൻ പകരുന്നു. ദൈവത്തിനുള്ളതായ വചനമെന്ന് പറയുന്നത് അതിനെ വഹിക്കുവാനും നാം അത് ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ ദമസ്കോസിലെ ഈ ദർശനത്തിങ്കൽ വെച്ചാണ് താൻ ക്രിസ്തു യേശുവിനെ മനസ്സിലാക്കുന്നതും ക്രിസ്തുവിന്റെ സാക്ഷിയായി തീർന്നതും അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, അഗ്രിപ്പ രാജാവിന്റെ മുൻപാകെ താൻ വീണ്ടും തൻ്റെ സാക്ഷ്യത്തെ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ആ സ്വർഗീയ ദർശനത്തെ അനുസരിച്ച് എല്ലായിടത്തും ഞാൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീർന്നിട്ടുണ്ട്. അനേകരെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്കും ക്രിസ്തുവിന്റെ ജീവങ്കിലേക്കും കൊണ്ടുവരുവാൻ താൻ ഇന്ന് വരെയും താൻ അധ്വാനിച്ച് അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദർശനത്തിൽ നിന്ന് ഇന്ന് വരെയും ഞാൻ മാറിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് അധികാരികളുടെ മുൻപാകെ പറയുവാനുള്ളതായ ഒരാർജവം തനിക്കുണ്ടായി. അത് ലഭിച്ചത് താൻ കേട്ടതായ ദൈവവചനത്തിൽ
ദർശനത്തിൽ നിന്ന്, താൻ കണ്ടതായ ക്രിസ്തു യേശുവിൽ നിന്ന് മാത്രമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെയും നിങ്ങളെയും നിലനിർത്തിയിരിക്കുന്നത് ശക്തി എന്ന് പറയുന്നത് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചതായ ശക്തിയാണ്. ഈ ലോകത്തിന്റെ ശക്തി അത് ഇല്ലാതായി പോകും, അത് തളർന്നു പോകും, തണുത്തു പോകും, പ്രതിസന്ധികളിൽ അത് നമ്മിൽ നിന്ന് അകന്നു പോകുന്നതായ ശക്തിയാണ്. എന്നാൽ ഒരിക്കലും മാറാത്ത പ്രതിസന്ധികളിൽ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മുടെ വെല്ലുവിളികളിൽ നമ്മെ ആവേശഭരിതരാക്കി തീർക്കുന്ന ഒരു അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചതായ ദൈവത്തിന്റെ ശക്തിയാണെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം വീണ്ടും ഉറപ്പിച്ച് പറയുവാൻ ഞാൻ ക്രിസ്തു യേശുവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒന്നാമതായി കാണേണ്ടത്, നമുക്ക് ഒരു സ്വർഗീയ ദർശനം അനിവാര്യമാണ്. എക്സ്ക്യൂസ് മീ, വി ഷുഡ് ഹാവ് എ ഹെവൻലി വിഷൻ. ഒരു സ്വർഗീയ ദർശനം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ലോകത്തെ ക്രിസ്തുവിനായി നേടുവാനുള്ളതായ ഒരു ദർശനം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ഇന്ന് പലയിടങ്ങളിലും ഇല്ലാതെ പോകുന്ന ഒരു കാര്യം ദർശനമില്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പല ശുശ്രൂഷകളും പരാജയത്തിൽ അവസാനിക്കുന്നത്, പലതും നിരാശയിലേക്ക് കടന്നു പോകുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവർ വേണ്ട വിധേന ദൈവത്തിങ്കൽ നിന്ന്, ഉയരത്തിങ്കൽ നിന്ന് ഒരു ദർശനം പ്രാപിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവദാസന്മാരെ, എനിക്കും നിങ്ങൾക്കും ഒരു സ്വർഗീയ ദർശനം ഈ പകലിൽ അനിവാര്യമാണെന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവസ്തോത്രം. ആ ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തെ മുഴുവൻ ക്രിസ്തുയേശുവിനായി നേടുവാനുള്ളതായ ഒരു ബലവും ആർജവും നമുക്കുണ്ടാകൂ എന്ന് കാണുവാനായിട്ട് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ദൈവം നൽകുന്നതായ ദർശനം ഇതായിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനം എഴുതി ഞാൻ വായിക്കാം. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നിരപ്പിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ ഇടയിൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. സ്തോത്രം. അപ്പോൾ ഒരു ദർശനത്തിലൂടെ ഈ ശൗലിന് ദൈവത്തിന്റെ ഒരു കൽപ്പന കൂടി ലഭിക്കുകയാണ് ചെയ്തത്. 19-ാമത്തെ 20-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ ദർശനം ലഭിച്ചതായ ഈ ശൗലിന് അവൻ അനുസരണക്കേട് ദൈവീക ദർശനത്തോട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ്യാദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും, പ്രൈസ് ദി ലോർഡ്, അവിടെയാണ് പ്രശ്നം സംഭവിച്ചത്, ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം എന്നും പ്രബോധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചുള്ള യഹൂദനായിരിക്കുന്ന പൗലോസിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള യഹൂദന്മാർക്കുള്ളതുപോലെ തന്നെയുള്ളൊരു മനോഭാവം തന്നെയായിരുന്നു ജാതികളോട് പൗലോസിനും ഉണ്ടായിരുന്നത്. അവർ തമ്മിൽ ഒരിക്കലും ചേരുകയില്ല. അവിടെ ഒരു വേർതിരിവ് അവിടെ ഉണ്ടായിരുന്നു. പൗലോസ് കറതീർന്ന യഹൂദനായി ജീവിച്ച വ്യക്തിയാണ്, കറതീർന്ന ഒരു പരീക്ഷനായി ജീവിച്ച വ്യക്തിയാണ്. നമുക്ക് 26-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, എൻ്റെ ജാതിക്കാരുടെ ഇടയിലും യെരൂശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാരെല്ലാവരും അറിയുന്നു. ഞാൻ എങ്ങനെയായിരുന്നുവെന്നും ഞാൻ എങ്ങനെ ജീവിച്ചവനായിരുന്നുവെന്നും ഞാൻ ആരായിരുന്നുവെന്നും ഒക്കെയുള്ള വസ്തുത ഇവിടെയുള്ള യഹൂദന്മാർക്ക് എല്ലാവർക്കും അറിയാം. 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ നമ്മുടെ മാർഗത്തിൽ, അതായത് യഹൂദാ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. അപ്പോൾ താൻ വിശ്വസിച്ചിരുന്ന ഒരു മതസംഹിതയ്ക്ക് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ താൻ കച്ചകെട്ടി ഇറങ്ങിയതായ വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് പറയുന്ന ഈ ശൗൽ എന്ന് പറയുന്നതായ വ്യക്തി. അപ്പോൾ
ഒരു പരീശനായി താൻ ജീവിച്ചു. എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയും, അങ്ങനെ ആ മതത്തിന് വേണ്ടി എല്ലാം അറിഞ്ഞിട്ട് അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി. അതായത് അതിൽ നിന്ന് മറ്റു മാർഗത്തിലേക്ക് പോകുന്നവരെ, ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് പോകുന്നവരെ കൊല്ലുവാനും അവരെ മുടിപ്പാനും അവരെ ഏത് രീതിയിൽ നശിപ്പിക്കുവാനുള്ളതായ ഒരു കാഴ്ചപ്പാടോടെ നീങ്ങിയതായ ഒരു മതഭക്തൻ, പരീശനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഇന്നും ഇതുപോലെയുള്ള അനേകര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒരു മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ നിന്ന് മാറുമ്പോൾ അവനെ പരിഹസിച്ച് അവന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സ്വന്തം മതത്തിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന അനേകര് ഇന്ന് നമുക്ക് ചുറ്റാകെയുണ്ട്. അവരെല്ലാം പരീശന്മാരായി പൗലോസിന്റെ മുമ്പേയുള്ള ജീവിതത്തിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. മതഭക്തിയോടെ, മതഭ്രാന്തോടെ, മതവികാരത്തെ മാത്രം നോക്കി ജീവിക്കുന്ന അനേകരുടെ മധ്യയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവസ്തോത്രം. ഞാന് ക്രിസ്തുമാർഗത്തിലേക്ക് ഒരുവൻ മാറിക്കഴിയുമ്പോൾ, അതായത് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി വിശ്വസിച്ച് അവനിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേരുവാൻ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവൻ നിന്ന മാർഗത്തിൽ നിന്നുകൊണ്ട് അവനെ പരിഹസിക്കുകയും അവനെ നശിപ്പിക്കുവാനും അവനെ ഇല്ലാതാക്കുവാനും ഇന്നും പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് പൗലോസിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന് ഉദാഹരണങ്ങളായി ഇന്നും നിലനിൽക്കുകയാണ്. അങ്ങനെ മതഭക്തിയോടെ ന്യായപ്രമാണം മുഴുവൻ മതത്തിന്റെ ഭാഷയിൽ ഞാൻ പഠിച്ച് അത് അരച്ച് കലക്കി കുടിച്ച് എൻ്റെ മതത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ നിന്നതായ ഒരു വ്യക്തിയാണ് പൗലോസ്. അന്ന് ദൈവഭക്തിയല്ലായിരുന്നു, മതഭക്തിയായിരുന്നു. അവനന്ന് മതഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവന് കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ജീവിച്ചിരുന്നുവെന്ന് ഇവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു. സത്യം. നിങ്ങൾ കേട്ടോ വായിച്ചത്? നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം. അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറയുവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. അതുകൊണ്ട് പൗലോസിന്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് അവന് മതത്തോടുള്ളതായ ആവേശം എന്തുമാത്രം ഉണ്ടെന്ന് ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ കറ തീർന്നതായ ഒരു യഹൂദനായി ജീവിച്ചവനാണ് എന്നുള്ള സാക്ഷ്യം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. ഒരു പരീശനായി താൻ ജീവിച്ചതായി അവിടെയുള്ളവർക്ക് സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ചുറ്റും ഒരു വലിയ നീഡ് അവശേഷിക്കണം, ഒരു നിർബന്ധം അവശേഷിക്കുകയാണ്. എന്താണ്? പലപ്പോഴും ആ ഒരു ആവശ്യം നമുക്ക് കാണുവാൻ കഴിയാതെ പൈശാചികം നമ്മുടെ കണ്ണിനെ കുരുടാക്കി തീർക്കാറുണ്ട്. നാം അവിടെ വേർതിരിവ് കൊണ്ടുവരും. അവൻ്റെ അടുത്ത് ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ട, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ക്രിസ്തുവിനോട് പറയണ്ട, ഇവൻ ഇവിടെ നിന്ന് പോയാൽ ഇവനെ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ള ദുർചിന്ത ഇയാൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകൾ കാഠിന്യപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ സാധിക്കാതെ ആത്മീയ കണ്ണുകൾ പൈശാചൻ കുരുടാക്കി ദൈവത്തിങ്കിൽ നിന്ന് അകന്ന് അനേകരെ ദൈവമാർഗത്തിൽ നിന്ന് അകറ്റി ജീവിക്കുവാനായിട്ട് ഉള്ളം കൊണ്ട് കടന്നു വരുന്നതായ പലരെയും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും, ഞങ്ങളാ നല്ലവർ, അവർ മോശമാണ്. ഞങ്ങൾ നല്ലവരാണ്, അവർ മോശം, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, അവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറയണ്ട, അവർ യേശുവിനെ കുറിച്ച് കേൾക്കണ്ട എന്നെല്ലാം പറഞ്ഞ് അവർ വേർതിരിവുണ്ടാക്കുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, എത്രയോ മിഷണറിമാർ തങ്ങളുടെ ജീവിതവും ജീവനും ദൈവമുൻപാകെ ഏൽപ്പിച്ചു കൊടുത്താണ് നമ്മയൊക്കെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഈ ഭാരതത്തിന്റെ മണ്ണിലേക്ക് അനേകം മിഷണറിമാർ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്.
ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂഖണ്ഡങ്ങളിൽ അനേകം മിഷണറിമാർ തങ്ങളുടെ ജീവൻ പണയം വെച്ച് അവർ പ്രാപിച്ചതായ വിശ്വാസത്തിലും ദർശനത്തിലും നിന്നുകൊണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കുവാനും അവരെയും അവരനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ സകലതും വെടിഞ്ഞ്, ആമേൻ സ്തോത്രം, കുടുംബത്തെയും മറ്റ് പ്രിയപ്പെട്ടവരെയും സുഖ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് വനാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് രക്തസാക്ഷികളായി തീരുവാൻ കാരണം അവർ വിശ്വസിച്ചൊരു പ്രമാണത്തുണ്ടായിരുന്നു. അത് ശരിയായ പ്രമാണമായിരുന്നു. അതിനുവേണ്ടി എന്തും ഏതുമായി തീരാമെന്നുള്ളതായ ഹൃദയത്തിന്റെ ശുഭാപ്തി വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള വിശ്വാസത്തോടെ, ദൈവത്തിൽ പ്രാപിച്ചതായ ആ ദർശനത്തോടുള്ള അനുസരണത്തോടു കൂടി ഇറങ്ങിപ്പോയത് കൊണ്ട് ഇന്ന് ലോകത്തിൽ അനേകര് യേശുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരാരും ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ സുഖലോലുപരായി ജീവിക്കുന്നവരാണ്, അവിടെ കഷ്ടതയാണ്, അവിടെ വനമാണ്, വനാന്തരമാണ്, അവിടെ അന്ധകാരമാണ് എന്നൊന്നും പറഞ്ഞ് അവരാരും മാറി നിന്നില്ല കേട്ടോ. അവരെല്ലാം പ്രാപിച്ചതായി വെളിച്ചം അവർ കൈകളിൽ ഏന്തിക്കൊണ്ട്, അവരെ ഹൃദയത്തിൽ പ്രാപിച്ച വെളിച്ചം ഹൃദയത്തിൽ ഏന്തിക്കൊണ്ട് അന്ധകാരത്തിൽ ജീവിക്കുന്ന അനേക ജീവിതങ്ങളുടെ അടുക്കലേക്ക് ദൈവീക ദർശനപ്രകാരം ഇറങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നത് ദൈവീക ദർശനത്തോട് അനുസരണമുള്ളവരായിരുന്നു. അത് ഏറ്റെടുത്തത് കൊണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ഒരു ദർശനം വളരെ ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവനൊരു വേർതിരിവും അവിടെ ഉണ്ടാക്കിയില്ല കേട്ടോ. അവൻ പാപികളോടാണെന്ന് പറഞ്ഞ് അവനെ പാപികളിൽ നിന്നും മോശക്കാരിൽ നിന്നും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരൊക്കെ മാറ്റി നിർത്തുവാൻ ഇവിടുത്തെ യഹൂദ ജനത വളരെ പണിപ്പെട്ടു. എന്നാൽ ഒരിക്കൽ പോലും യേശുവിൻ്റെ മിഷണറി പ്രേക്ഷിത ദൗത്യത്തിന് അവർക്ക് അത് തടസ്സം ചെയ്യുവാൻ ഒരിക്കലും സാധിച്ചില്ല. യേശുക്രിസ്തു ആ പാപികളെ സ്നേഹിച്ചു. യേശുക്രിസ്തു അവരോടൊപ്പം വാസം ചെയ്തു. അവര് മോശക്കാരാണെന്ന് യേശു പറഞ്ഞില്ല. യേശു അവരെ സ്നേഹിച്ചു, അവരോടുകൂടെ അത്താഴം കഴിച്ചു. ഇപ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇവിടെ താന് വിളിച്ചു പറയുന്നത്, അഗ്രിപ്പ രാജാവിനോട് വിളിച്ചു പറയുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവരെ മറന്നു കളയരുത്. ആരെ? ജാതികളെ നീ മറന്നു കളയരുത്. നീ എഴുന്നേറ്റ് അവരുടെ അടുക്കിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരോട് എന്നെ കുറിച്ച് പറയണം. ആമേൻ സ്തോത്രം. നീ കണ്ടതായ ക്രിസ്തുവിനെ കുറിച്ച് നീ ജാതികളോട് പറയണം. അവരുടെ കണ്ണ് ഇപ്പോൾ കുരുടായിരിക്കുകയാണ്. പിശാച് അവരുടെ ആത്മീയ കണ്ണുകളെ കുരുടാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് അവരെ അത്ഭുത പ്രകാശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ നീ ആ ദൗത്യം ഏറ്റെടുത്ത് അന്ധകാരത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ നിവസിക്കുന്ന ജാതീയരുടെ അടുക്കലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമെന്നുള്ളതായ സ്വർഗീയ ദർശനം അവൻ ആ നിമിഷത്തിൽ തന്നെ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത്, എനിക്ക് സ്വർഗീയമായ ദർശനത്തോട് ഒരിക്കലും 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 അനുസരണക്കേട് കാണിക്കുവാൻ സാധ്യമല്ല. പൗലൂസ് യഹൂദ മതത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. അവൻ യഹൂദന്മാർക്ക് വൈരാഗ്യമുള്ളതായ, എന്നും ശത്രുക്കളായി കണ്ടിരുന്നതായ, താഴെക്കിടയിലുള്ളവരെ കണ്ടിരുന്ന ജാതികളുടെ അടുക്കിലേക്ക് യേശുവുമായി പോയപ്പോൾ, യേശുവിന്റെ സുവിശേഷവുമായി പോയപ്പോൾ അവനെ പിടിച്ചു കെട്ടുവാനും അവനെ കൊന്നുകളയുവാനും അന്നത്തെ യഹൂദ ഭരണകൂടം ജനങ്ങൾ തയ്യാറായെങ്കിൽ പൗലോസിന് പറയാനുള്ളത്, ഇല്ലില്ല, എന്നെ പിടിച്ചു വെക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഈ ഭരണകൂടത്തിന് സാധ്യമല്ല. മരണമെങ്കിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ സ്വർഗീയ ദർശനത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ട്, യേശുവിന്റെ ശബ്ദത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് അവൻ പറഞ്ഞിടത്തേക്ക് പോകാതിരിക്കുവാൻ സാധ്യമല്ല. ഞാൻ പ്രാപിച്ച വെളിച്ചം, ഞാൻ കണ്ട ക്രിസ്തുവിന്റെ വെളിച്ചം. ഒരു കാര്യം ഓർക്കണമേ, ഈ പ്രകാശം എവിടെ നിന്നാണ് വന്നത്? പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ദമസ്കോസിന്റെ പടിവാതിൽ നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന ശോഭ. ദൈവമക്കളെ, നട്ടുച്ച നേരത്ത് സൂര്യനെ ഒന്ന് നോക്കണം. എന്തുമാത്രം പ്രകാശത്തിലാണ് അത് ജ്വലിക്കുന്നതെന്നൊന്ന് നോക്കണം. എന്നാൽ അതിനെയൊക്കെ വെല്ലുന്ന ഒരു ശോഭയോടെ ഇതാ മറ്റൊരുവൻ പൗലോസിന്റെ മുന്നിൽ പ്രത്യക്ഷനാകുകയാണ്. ഹല്ലേലൂയ. അത് മറ്റാരുമല്ല, ആ പ്രകാശം ക്രിസ്തുവിന്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ പ്രകാശമാണ് അവന്റെ മുന്നിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിട്ടില്ലേ? അവൻ പറഞ്ഞത് എന്താണ്? ഇതാ
സകല മനുഷ്യർക്കുള്ളതായ പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചമായവൻ പൗലോസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്, പൗലോസേ, നീ എഴുന്നേറ്റ് ജാതികളുടെ അടുക്കലേക്ക് പോകണം, അവർക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കണം. അന്ധകാരത്തിൽ ജീവിക്കുന്ന ഏവർക്കും പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ തരം താഴ്ത്തി പറഞ്ഞിരിക്കുന്ന ജാതികളുടെ ഇടയിലേക്ക് നീ ഏറ്റെടുത്തതായ ദർശനവുമായി, ഈ പ്രകാശവുമായി, ദൈവത്തിന്റെ കൽപ്പനയുമായി ഇറങ്ങിച്ചെന്ന് അവരെ ദൈവീക ദർശനത്തിന് ഉടമസ്ഥരാക്കി തീർക്കുവാൻ നിനക്കൊരു ഉത്തരവാദിത്വം, ഒരു ദൗത്യം ഇന്നു മുതൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് കൈസറെങ്കിൽ കൈസറ്, അഗ്രിപ്പായെങ്കിൽ അഗ്രിപ്പാവ്, പ്രസ്തോസ് എങ്കിൽ പ്രസ്തോസ്, ഇവരെ ഒന്നും വകവയ്ക്കാതെ ദൈവം എന്നോട് കൽപ്പിച്ച, എന്നെ കാണിച്ച ദർശനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇനിയും അനേകരെ ക്രിസ്തുയേശുവിലേക്ക് നേടിയെടുക്കുമെന്നുള്ളതായ ഒരു തീരുമാനത്തോടെ മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് ഞാൻ കാണിക്കില്ല. കാരണം ഇത് എനിക്ക് നൽകിയതായ, കർത്താവ് എനിക്ക് നൽകിയതായ ദർശനമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇതിന് അനുസരണക്കേട് കാണിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരുപക്ഷെ നമുക്ക് ചുറ്റുപാടുമുള്ളവരെ കാണുവാനുള്ളതായ ഒരു കണ്ണ് നമുക്ക് ഇല്ലാതെ പോയി. ദൈവീക ദർശനം പ്രാപിച്ച ദൈവമക്കൾ നമുക്ക് ചുറ്റാകെയുള്ളതായ ജനങ്ങളെ കാണേണ്ടത് വളരെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു പക്ഷേ അവരെ മറന്നുപോകും, എന്നാൽ കർത്താവ് ഒരിക്കലും അവരെ മറക്കുകയില്ല കേട്ടോ. കർത്താവ് അവരെ സ്നേഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:14 പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ദർശനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് അവരെ എല്ലാം നിത്യതയോളം നിത്യമായ സ്നേഹത്താൽ സ്നേഹിച്ചു. നമ്മൾ തള്ളിക്കളയുന്നവരെ, നമ്മൾ വേർതിരിക്കുന്നവരെ, നമ്മൾ താഴേക്കിടയിലായിരിക്കുന്നവർ പറയുന്നവരെ, നമുക്ക് ചെല്ലുവാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുടെ അടുക്കിലേക്ക് യേശുവിന്റെ സ്നേഹം ഒഴുകിയെത്തിയെങ്കിൽ, ആ ദൗത്യം നമ്മെ ഏൽപ്പിച്ചെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ ദർശനം നമുക്കുള്ളവരാണെങ്കിൽ, നമുക്ക് ഒന്നും നോക്കാതെ, അതിർ വരമ്പുകൾ നമ്മൾ കണക്കിടാതെ, ഹല്ലേലൂയ, നമുക്ക് അവരുടെ അടുക്കിലേക്ക് സുവിശേഷത്തിന്റെ ദൗത്യവുമായി, സുവിശേഷത്തിന്റെ പ്രകാശവുമായി, വെളിച്ചവുമായി കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രാരംഭമായി പൗലോസ് പ്രാപിച്ചതുപോലെ ഒരു സ്വർഗീയ ദർശനം ദൈവദാസിമാരായിരിക്കുന്ന ഞാനും നിങ്ങളും, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ദർശനമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഓർത്തോണം. അടുത്തതായി നമുക്ക് വേണ്ടത്, നമുക്ക് മുൻപോട്ടുള്ളതായി നമ്മുടെ കാര്യപരിപാടികളെ എല്ലാം ക്രമീകരിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ദൈവിക ദർശനം ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം, ആമേൻ, സ്തോത്രം. അപ്പോൾ നമ്മുടെ വിഷൻ, ഇറ്റ് സെറ്റ്സ് അവർ അജണ്ട ഫോർ ദ ലൈഫ്. നമ്മുടെ തുടർന്നുള്ളതായ ശിഷ്ടമുള്ളതായ ആയുസ്സിനെ നിയന്ത്രിക്കുന്നതും നമ്മെ നയിക്കുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും നാം പ്രാപിച്ച ദൈവീക ദർശനമായിരിക്കണം. ഒരിക്കൽ ദൈവീക ദർശനം പ്രാപിച്ചു എന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ടിരിക്കാതെ ആ ദൈവീക ദർശനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ദർശനം കൊണ്ടുവരുവാൻ നമുക്ക് ഉത്സാഹിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ലഭിച്ച ദർശനം, ഇതിനനുസരിച്ചുള്ള ജീവിതമായിരുന്നു പൗലോസിന്റെ മുൻപോട്ടുള്ള 10-35 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദർശനം പ്രാപിച്ചതായ പൗലോസ് അതിനുശേഷം ഏതാണ്ട് 10-35 വർഷത്തോളം ഈ ലോകത്തിൽ ജീവിച്ച് ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നു. ഈ ദർശനം പ്രാപിച്ചതായ ദർശനമാണ് ഈ 35 വർഷത്തെ തൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ ഇടയായി തീർന്നത്. താൻ ഒരിക്കലും എല്ലാ ദിവസവും ദമസ്കോസിന്റെ പടിവാതിൽക്കൽ പോയി ഇവിടെ എനിക്ക് ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഇരിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഒരൊറ്റ ദർശനം താൻ പ്രാപിച്ചപ്പോൾ, ഒരൊറ്റ ദിവസം ഞാൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, തുടർന്നുള്ളതായ ശിഷ്ടായുസ് മുഴുവൻ തൻ്റെ ജീവിതത്തെ നയിച്ചത്, തൻ്റെ ജീവിതത്തിന് സ്വാധീനമായി തീർന്നത് താൻ ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചതായ ദൈവീക ദർശനമായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തൻ്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിച്ചത് ഈ ദർശനമായിരുന്നു. ദൈവത്തെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭം
മാത്രമാണ് ഈ ദർശനം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ദർശനത്തിനനുസരിച്ച് വേണം നമ്മുടെ ശുശ്രൂഷകൾ ക്രമീകരിക്കണം. ഓരോ ദിവസവും ദൈവിക ദർശനത്തിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നാം മറങ്ങി വേണം. മറിച്ച് തനിക്ക് അവിടെ വെച്ച് സ്വർഗീയ ദർശനം പ്രാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉറക്കെ താൻ വൻകാര്യങ്ങളെ ഉറക്കെ പ്രസ്താവിക്കുകയല്ല അവിടെ ചെയ്തത്. വലിയ കാര്യം എനിക്ക് ദൈവം ചെയ്തു എന്ന് പറയുകയല്ല ചെയ്തത്. ആ ദർശനത്തിൽ ദൈവം തന്നോട് കൽപ്പിച്ച കാര്യം പിന്നീട് താൻ അനുസരിക്കുകയാണ്. അപ്പോൾ നാം പ്രാപിച്ച ദർശനത്തെ we should translate that to our life. ആ ദർശനം, the vision that you have received from the Lord must be translated to our life. നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനെ ജീവിതത്തിന്റെ പ്രവൃത്തി പദത്തിൽ നാം ആക്കി തീർക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവീക ദർശനം പ്രാപിച്ചതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂ, നമ്മുടെ ശുശ്രൂഷ വിജയിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം പറഞ്ഞിരിക്കുന്നത്, ദർശനമില്ലാത്തിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മര്യാദ കെട്ടതായ ശുശ്രൂഷകൾ, മര്യാദ കെട്ടതായ ജീവിത പ്രവൃത്തികൾ ഒക്കെ ഇന്ന് ക്രൈസ്തവ ലോകത്ത് നടക്കുവാൻ കാരണം എന്താണെന്നറിയാമോ? സ്വർഗീയ ദർശനം പ്രാപിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. നാം പ്രാപിച്ചത് സ്വർഗീയ ദർശനമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ ഓരോ മേഖലകളിലും ആ ദർശനം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തരും. ആ ദർശനത്തെ വരും തലമുറകളിലേക്ക് കൊടുക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കണം. അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഒരിടത്ത് നിൽക്കുകയല്ല. പണ്ടൊരാൾ തൻ്റെ വള്ളത്തേൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടർ മേടിച്ചു. അപ്പോൾ മീൻ പിടിക്കാനൊക്കെ പോകുവാനായിട്ടൊക്കെയാണ്. ആ വള്ളത്തിൽ വളരെ വേഗം പോകുവാനായിട്ടുള്ള ഒരു ഹൈ സ്പീഡ് എൻജിൻ, ഒരു ബോട്ട് മോട്ടർ അദ്ദേഹം എവിടെ നിന്നോ ആരുടെയോന്നോ സെക്കൻഡ് ഹാൻഡ് മേടിച്ച് താനത് പ്രവർത്തിപ്പിച്ച് നോക്കി. താൻ അതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് ഒരു വലിയ വീപ്പയുണ്ട്. വീപ്പയ്ക്കകത്ത് വെള്ളം നിറച്ച് ഈ മോട്ടർ അതിലേക്ക് ഇറക്കി വെച്ച് ഓൺ ചെയ്തപ്പോൾ ഓണായപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ മോട്ടർ താൻ എടുത്തുകൊണ്ട് വള്ളത്തെ കൊണ്ട് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് അത് ഓണാക്കിയിട്ട് എന്ത് ചെയ്താൽ ഓണാകുന്നില്ല, അത് പ്രവർത്തിക്കുന്നില്ല, വള്ളം മുൻപോട്ട് പോകുന്നുമില്ല. വീണ്ടും താനിതുകൊണ്ട് വീപ്പയിൽ ഇറക്കി വെച്ചിട്ട് വീണ്ടും ഓണാക്കി വെച്ചപ്പോൾ അവിടെ ഇത് ഓണാകുന്നുണ്ട്. പക്ഷെ വീപ്പയിൽ ഇരുന്ന് ഓണായാൽ ഇത് മുമ്പോട്ട് പോകുമോ? മുമ്പോട്ട് പോകുകയില്ലല്ലോ. വീണ്ടും താനത് ഓഫ് ചെയ്തിട്ട് വള്ളത്തെ കൊണ്ട് വെച്ച് വീണ്ടും ട്രൈ ചെയ്തിട്ട് വീണ്ടും വള്ളം മുമ്പോട്ട് പോകുന്നില്ല, ഈ മോട്ടർ ഓണാകുന്നുമില്ല. അവസാനം താനിത് എങ്ങനെയോ കൈമാറ്റം ചെയ്ത് മറ്റുള്ള ആർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവിക ദർശനം വീപ്പയിൽ ഇറക്കി വെച്ച മോട്ടറിനെ പോലെ ആയിത്തീരരുത്. ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ച് അത് ഓണാകുകയും ഓഫാകുകയും ചെയ്യേണ്ടതല്ല സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചതായ ദർശനം എന്ന് പറയുന്നത്. ഇത് വള്ളത്തിൽ ഫിറ്റ് ചെയ്ത് അനേകം മൈലുകൾ നമ്മെ കൊണ്ട് പോകേണ്ടതായ ഒരു മോട്ടറിന്റെ അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തെ ഇനിയും നയിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ശിഷ്ടമുള്ള ആയുസ് ദൈവം നമുക്ക് നൽകിയ ആയുസ്സിനെ മുഴുവൻ നയിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ ദർശനമായിരിക്കണം. നമ്മുടെ ശുശ്രൂഷയിൽ ബലമേകേണ്ടത്, അതിനെ നയിക്കേണ്ടത്, നടത്തേണ്ടത് ദൈവീകമായ ദർശനത്തിലൂടെ മാത്രമായിരിക്കണം. അതല്ലാതെ ഇന്ന് ശുശ്രൂഷ ജഡത്തിന്റെ ശുശ്രൂഷയാണ്, അത് ഒരിക്കലും നിലനിൽക്കുകയില്ല എന്ന് ഇതിനോട് ചേർത്ത് പറയുവാനായിട്ട് പ്രാപിക്കണം. അതുകൊണ്ട് പ്രാപിച്ച ദർശനം നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ജീവിതത്തിൽ കാണണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പൗലോസ് എല്ലാ മേഖലകളിലും തൻ്റെ ദർശനത്തിൻ്റെ എക്സ്പ്രഷൻ താൻ പറയുവാനും താൻ പ്രവർത്തിക്കുവാനും ഇവിടെ എത്തണം. ഇതിൽ നിന്ന് എന്നെ ആർക്കും പിന്തിരിപ്പാൻ സാധ്യമല്ല കേട്ടോ. ദൈവ സ്നേഹത്തിന് എന്നെ പിന്തിരിപ്പാൻ ഒറ്റ വ്യക്തിക്ക് സാധ്യമല്ല, വാളിന് സാധ്യമല്ല, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒന്നിനും സാധ്യമല്ല. കാരണം എനിക്കൊരു ദർശനമുണ്ട്. അത് എൻ്റെ അവസാന ശ്വാസം വലിക്കുന്നതുവരെയും ഞാൻ ആ ദർശനത്തിൽ അനുസരണക്കേട് കാണിക്കാതെ മുൻപോട്ട് പോകുവാനിടയെത്തീരും. അങ്ങനെ ദർശനം പ്രാപിച്ച ദൈവമക്കളെ, മറ്റൊരു കാര്യം ഞാൻ ഓർക്കണം കേട്ടോ. പലപ്പോഴും പിശാച് നമ്മളെ വീഴ്ത്തുവാൻ പറ്റുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഈ അടുത്ത സമയത്തൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രകൃതി കെടുതികൾ ഉണ്ടായപ്പോഴും ധാരാളം സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പുണ്ടായി.
ഞാൻ ചില വ്യക്തികളോട് ആ ഭാഗങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ മണ്ണൊലിപ്പൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് പിന്നെ അവിടെ കൃഷി ഇട്ടാൽ ശരിയാകില്ല. കാരണം എന്താണെന്നറിയാമോ? ആ പുറത്തെ മണ്ണ്, ഫലഭൂയിഷ്ടമായിരിക്കുന്ന മണ്ണ്, അവിടെ വൃക്ഷങ്ങളും ചെടികളും അതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു നടത്ത മണ്ണ്, വളക്കൂറുള്ള മണ്ണ് ഒലിച്ചു പോയത് കൊണ്ട് പിന്നീട് എന്തുമാത്രം വൃക്ഷം വെച്ചാലും എത്ര കൃഷി ഇറക്കിയാലും അവിടെ ഒന്നും പിടിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുകളിലെ മണ്ണ് കാലക്രമേണ ക്രമേണ ക്രമേണ അവിടുന്ന് ഒഴുകിപ്പോയത് കാരണം ഫലഭൂയിഷ്ടമല്ലാത്തൊരു ഭൂമി അവശേഷിക്കുവാനിടയായിത്തീർന്നു. പലപ്പോഴും നമ്മുടെ ചില തീരുമാനങ്ങളിൽ നമ്മുടെ ദർശനത്തിൻ്റെ മണ്ണ് പൈശാചികൻ പതുക്കെ ഒലിച്ച് കളയും. ആമേൻ, സ്തോത്രം. ചില തീരുമാനങ്ങളിൽ, ചില പ്രവൃത്തി രീതികളിൽ, ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ കർത്താവിന്റെ ഹിതത്തിന് വിപരീതമായി ചെയ്യുന്ന ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ തീരുമാനങ്ങളിലും ദർശനത്തിന്റെ ആ മേമ്മണ്ണ്, ഫലഭൂയിഷ്ട മണ്ണ് മാറിപ്പോവുകയും ഫലഭൂയിഷ്ടമല്ലാത്ത അവസ്ഥയിലേക്ക് പിശാച് നമ്മെ കൊണ്ടെത്തിക്കുവാനിടയായി. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവശക്തിയിൽ ശക്തിപ്പെട്ടുകൊണ്ട് മുൻപോട്ട് നമ്മുടെ കർത്താവിൽ പ്രാപിച്ച ദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ, പൗലോസ് പറയുകയാണ്, അഗ്രിപ്പാ രാജാവേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. ദൈവം എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാണെന്ന് നടന്നിരിക്കുകയാണ്. ഈ സുവിശേഷവുമായി ക്രിസ്തുവുമായി ഞാനിതാ ജാതികളുടെ അടുക്കിലേക്ക് ഇറങ്ങിപ്പോകുന്നു, യഹൂദന്മാരുടെ അടുക്കിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അവിടെ ഞാൻ പ്രാപിച്ചതായ ഈ പ്രകാശത്തെ, ഈ വെളിച്ചത്തെ അന്ധകാരത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെ മേലും എത്തിക്കാനുള്ളതായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവിനല്ല, ഫെസ്തോസിനല്ല, കൈസർക്കല്ല, ആർക്കും എന്നെ ആ കാര്യത്തിൽ തടയുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അവസാന ശ്വാസം വരെയും സ്വർഗീയ ദർശനത്തിനോട് അനുസരണത്തോടെ നിന്നതായ പൗലോസിന്റെ ജീവിതം എത്രയോ മാതൃകാപരമാണ്. ദൈവമക്കളെ, നമുക്ക് അപ്രകാരം ഇന്ന് പകൽക്കാലം നിൽക്കുവാൻ ദൈവം നമ്മെ ഒരു സ്വർഗീയ ദർശനം നമുക്ക് പ്രാപിക്കണം. നമ്മുടെ ശിഷ്ടായുസിനെ ഈ ദർശനം നിയന്ത്രിക്കണം. നമ്മുടെ ശുശ്രൂഷയിൽ അതിന്റെ എക്സ്പ്രഷൻസ് ഉണ്ടാവട്ടെ, ജനമറിയട്ടെ. ഒരു ദർശനത്തിന്റെ പേരിൽ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാച് ഈ ദർശനത്തിന്റെ മേമ്മണ്ണ് ഒലിപ്പിച്ച് കളയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഞാൻ വിരമിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ ഇന്ന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, സ്വർഗീയമായ ദർശനം പ്രാപിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതം കർത്താവേ ഒരു ദർശനത്തിന് അധിഷ്ഠിതമായി നിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷാ ജീവിതം, ശിഷ്ടായുസ് മുഴുവൻ ഞങ്ങൾ പ്രാപിച്ചതായ ദർശനത്തിലും ആ ദർശനത്തിലെ വ്യക്തിയിലും അധിഷ്ഠിതമായി അതിൻ്റെ എക്സ്പ്രഷൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ, ശുശ്രൂഷയിലൊക്കെ കാണിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏറുമ്പോൾ ദർശനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഒരു ഉത്തമ പടയാളിയായി നിൽക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് ബലം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഫസ്റ്റ് കൊണ്ട് എന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.